ഫലസ്തീനിന്റെ മക്കൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണേ, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസും ഒരു മുസ്ലിമിനും തമ്മിലുള്ള ബന്ധമെന്തെന്നറിയുമോ പ്രിയമുള്ളവരെ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 പള്ളികളിലേക്ക് നിങ്ങൾ യാത്ര നടത്തണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. അതിലൊന്നാമതായി പരിചയപ്പെടുത്തിയ മസ്ജിദ് ഏതെന്നറിയുമോ? അത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മസ്ജിദ് ഏതെന്നറിയുമോ പ്രിയമുള്ളവരെ? അത് അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സയാ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പള്ളിയുണ്ടല്ലോ, അത് മദീന പള്ളിയാ. പ്രിയമുള്ളവരെ, ഈ 3 മസ്ജിദിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, അവന് ബൈത്തുൽ മുഖദ്ദസും തമ്മിലുള്ള ബന്ധമാ പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്ക് നമ്മുടെ ആദ്യത്തെ ഖിബ്ല ഏതെന്നറിയുമോ പ്രിയമുള്ളവരെ? അത് മസ്ജിദുൽ അഖ്സയാ, അത് ബൈത്തുൽ മുഖദ്ദസ. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണേ, 1,40,000 ചതുര മീറ്ററുകളുള്ള 8 ലക്ഷത്തോളം പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള 4 മിനാരങ്ങളുള്ള മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ മസ്ജിദുൽ അഖ്സയിൽ നീ ഒരു വട്ടം ദുആ ചെയ്താ, നമസ്കരിച്ച നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മുസ്ലിമേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നീ 500 വട്ടം നമസ്കരിച്ചതിന്റെ ദുആ ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പവിത്രമാക്കപ്പെട്ട ഒരു മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ എന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, മുഅ്മിനീങ്ങളോട് പറയുകയാ, നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കണ്ണേത്രങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ദുഃഖത്തിലും പ്രയാസത്തിലുമാക്കുന്ന കാര്യമാണല്ലോ ഫലസ്തീനിലെ അവസ്ഥയെങ്കിൽ കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വയോധികനെന്നോ വയോവൃദ്ധനെന്നോ ഇല്ലാതെ വലിയ വലിയ മിസൈലുകൾ വെച്ച് ബോംബുകൾ കൊണ്ട് അവരെ തകർക്കുന്ന ഇസ്രായേൽ ജനതകൾ എന്തിനാണ് അവരെ തകർക്കുന്നത്?